ജീവപര്യന്തമെന്നാൽ ജീവിതാവസാനം വരെ ശിക്ഷയെന്ന് സുപ്രീം കോടതി. ശിക്ഷാ ഇളവോ പരോളോ ഇല്ലാതെ ജീവപര്യന്തം തടവ് ശിക്ഷയെന്നാണ് വിധിയെങ്കിൽ ജീവിതാവസാനം വരെ ശിക്ഷ അനുഭവിക്കണം. ഇത്തരം ശിക്ഷയിൽ ഇളവ് ബാധകമല്ല. വിധിയിൽ ജീവപര്യന്തം എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ സർക്കാരിന് ശിക്ഷാ ഇളവ് നൽകാമെന്നും സുപ്രീം കോടതി. ജീവപര്യന്തം തടവുകാരുടെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ വ്യാഖ്യാനം. ശ്യാം ദേവരാജുണ്ട്. ശ്യാം ദേവരാജ്, ഇക്കാര്യത്തിലൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പല സാഹചര്യങ്ങളിലും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിട്ട് 10 വർഷം കഴിയുമ്പോഴേക്കും ഇളവ് വരുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലൊരു വ്യക്തത വരികയാണോ ശ്യാം ദേവരാജ്? ഡോക്ടറും ഇക്കാര്യത്തിൽ ജീവപര്യന്തം എന്നാൽ ജീവിതാവസാനം വരെയാണ് എന്ന ശിക്ഷാവിധിയിൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കാരണം ജീവിതാവസാനം വരെയുള്ള ശിക്ഷാവിധി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, ഒപ്പം അഗസ്റ്റിൻ ജോർജ് മാസി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത്. ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം നിയമപരമാണ്, ഭരണഘടനാപരമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മരണം വരെയുള്ള തടവ് ശിക്ഷ ഭരണഘടനാനുസൃതമാണ്. വധശിക്ഷയ്ക്ക് പകരം ജീവിതാവസാനം വരെ ജീവപര്യന്തം നൽകാം. ജീവപര്യന്ത ശിക്ഷയിൽ ഈ രീതിയിലാണ് സുപ്രീം കോടതി ഏറ്റവും പുതിയ വ്യാഖ്യാനം നൽകുന്നത്. മാത്രമല്ല, ശിക്ഷ ഇളവോ പരോളോ ഇല്ലാതെ ജീവപര്യന്തം തടവ് ശിക്ഷ എന്ന് വിചാരണ കോടതിയോ ഹൈക്കോടതിയോ വിധിച്ചാൽ അക്കാര്യത്തിൽ അത് ജീവിതാവസാനം വരെ ശിക്ഷ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഇത്തരം ശിക്ഷയിൽ ഇളവ് ബാധകമല്ല എന്നുകൂടി സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. വിധിയിൽ പ്രത്യേകം ഇളവ് പറഞ്ഞിട്ടില്ല എങ്കിൽ സർക്കാരിന് ഇടപെടാം. അത്തരം സാഹചര്യങ്ങളിൽ സർക്കാരിന് ശിക്ഷാ ഇളവ് ഇത്തരം പ്രതികൾക്ക്, കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. ജീവപര്യന്തം തടവുകാരുടെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. ജീവിതാവസാനം വരെയാണ് ജീവപര്യന്തം എന്നുള്ളതാണ്. പരോളോ ജാമ്യമോ നൽകാൻ കഴിയാത്ത വിധിയാണെങ്കിൽ അതിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല.